മ്യാൻമറിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്നുച്ചയ്ക്ക് മ്യാൻമറിൽ ഉണ്ടായത്. പിന്നാലെ 6.8 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം മാൻഡ്ലയിൽ നിന്ന് 17.2 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 15 ലക്ഷം ജനസംഖ്യയുള്ള ഇവിടം മ്യാൻമറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന രണ്ടാമത്തെ ഇടമാണ്. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരം പുറത്തുവന്നിട്ടില്ല. തായ്ലൻഡിലും പ്രകമ്പനം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ബാങ്കോക്കിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോ റെയിൽ സർവീസുകൾ നിർത്തിവെച്ചു. തായ്ലൻഡ് പ്രധാനമന്ത്രി പയോങ് തുങ് താൻ ഷിനവത്ര സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാനായി അടിയന്തര യോഗം വിളിച്ചു. ഭൂചലനത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോകൾ പുറത്തുവന്നിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടം നിലം പതിക്കുന്നതിന്റെയും വീടുകൾ മറ്റും തകർന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ആളുകൾ നിലവിളിച്ച് ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഭൂകമ്പത്തിൽ ബാങ്കോക്കിലെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നഗരത്തിലെ ചില മെട്രോ ലൈറ്റ് റെയിൽ സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു. 17 ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ബാങ്കോക്ക് പ്രദേശം വലിയ അപ്പാർട്ട്മെന്റുകളിൽ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ഭൂകമ്പത്തെ തുടർന്ന് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് തായ് പ്രധാനമന്ത്രി പെയ്റ്റോങ് ടാൻ ഷിനവത്ര. ഈ മാസം ആദ്യം റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പവും മ്യാൻമറിൽ ഉണ്ടായിരുന്നു. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ റിപ്പോർട്ട് പ്രകാരം 125 കിലോമീറ്റർ ആഴത്തിലാണ് അന്ന് ഭൂകമ്പമുണ്ടായത്.